ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോണത് ഒരു എഗ്ഗ് ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. എന്നിട്ട് ആദ്യം കുറച്ച് സബോള വഴറ്റണം. തക്കാളി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ തക്കാളി ഇല്ലാത്ത ബിരിയാണിയാണ് കേട്ടൊന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ അവസാനം ഇതൊക്കെ ചേർക്കുമ്പോൾ മുന്തിരി, അണ്ടിപ്പരിപ്പ്, സബോള വറുത്തിട്ടൊക്കെ ഇടും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു നെയ്യിൽ ചോറ് കഴിച്ചെടുത്താൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് മൊരിയട്ടെ. ഇപ്പം സബോള നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. സബോള ഇങ്ങനെ നല്ല വഴറ്റിയിട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും ബിരിയാണി. പിന്നെ തക്കാളിക്ക് പകരം നമ്മൾ ലെമൺ ചാറ ഒഴിക്കണം. പിന്നെ ഇതൊഴിക്കാം. ഇതിൽ പുതിന, മല്ലി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് അരച്ചത്. ഇങ്ങനെ അരച്ചിടുമ്പോൾ ഉണ്ടല്ലോ എല്ലാ വറ്റിലേക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടും. പിന്നെ ആരും എടുത്ത് കളയൂല. നല്ല സാധനങ്ങളൊക്കെ ആൾക്കാർ പറക്കി അരിച്ച് വയ്ക്കും. ഇങ്ങനെ അരച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാൾ കളയൂല. എല്ലാവരുടെ വയറ്റിലേക്ക് നല്ല സാധനങ്ങൾ വയറ്റിലെത്തും ചെയ്യും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി വെക്കും എല്ലാവരും. നല്ല ടേസ്റ്റാണ്. ഇതായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട, ഞാൻ 3.5 ഗ്ലാസ് അരി എടുത്താണ്. 7 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വെച്ച്. മൂന്നര കപ്പാണ് കേട്ടോ, ഗ്ലാസ് അല്ല. കണക്ക് തന്നെയാണ് ഗ്ലാസും കപ്പും. അപ്പം അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. പിന്നെ ലെമൺ ചാറ് ഒഴിക്കാം. അപ്പോൾ പുളിയായി ചോറൊട്ടി പിടിക്കാണ്ടും കിട്ടും. നല്ല ഒരു വറ്റുമ്പോൾ തൊടാണ്ട്. അപ്പോൾ ഇത് തിളച്ചിട്ട് നമുക്ക് അരിയിട്ടിട്ട് മൂടാം. ഇപ്പോൾ വെള്ളം ഇവിടെ നല്ല വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരത്തെ നമുക്ക് കഴുകി വെച്ച് കുതിർത്തി വെച്ച് അരിയിടാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓരായുള്ളതൊക്കെ ചേർക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉപ്പിടാം നമുക്ക്. വെള്ളത്തിൽ ഇത്തിരി മുന്നേ നിൽക്കണം. ഇത് ഒരു വിസിൽ വന്നാൽ മതി. പിന്നെ അത് ഓഫ് ചെയ്തിട്ട് അതിലിരുന്നിട്ട് അപ്പം ഇതാവട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ സൂപ്പർ ഡ്യൂപ്പർ വന്നിട്ടുണ്ട്. ഒരു വറ്റുമ്പോൾ തൊടാണ്ട്
നല്ല സോഫ്റ്റാണ് ബിരിയാണി. അപ്പോൾ നമുക്കിതിൽ സെർവിങ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിക്കാം. കണ്ട, ഒരു കട്ട പിടിക്കില്ല, ഒന്നുമില്ല. എല്ലായിടത്തേക്കും സാധനങ്ങൾ ഈവണായിട്ട് കിട്ടുകയും ചെയ്യും. സൈഡ് ഡിഷ് കൂടി വേണ്ടതിന്. മതി, പതുക്കെ അത് മതി. നമുക്കിത് കുറച്ച് സബോളൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യണം. സാധനങ്ങൾ കുറേ വറുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അലിത്തിരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് 2-3 മുട്ടയും വയ്ക്കാം. അപ്പോൾ ഇതാണ് എളുപ്പത്തിൽ വയ്ക്കണം. എളുപ്പത്തിലല്ല, ഇങ്ങനെ വെച്ചാലും എളുപ്പം തന്നെ, സൂപ്പറാണ് ഉണ്ടാവും. അത്രയും നല്ല ടേസ്റ്റാണ് ബിരിയാണി. അപ്പോൾ ഇത് ചെയ്ത് നോക്കട്ടെ എല്ലാവരും. മുട്ട ഇവിടെ ബീഫുണ്ട്, ബീഫ് കൂട്ടി തിന്നാം. പക്ഷെ മുട്ട ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഇതാരാ പറയാനുള്ള. അപ്പോൾ ഓക്കെ ട്ടാ, ബൈ.